നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘട്ടനം വാക്പോരിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഇന്ന് ഇറാനെ അടിക്കും, നാളെ അടിക്കും എന്ന മട്ടിലാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെയും ഈ വാർത്ത കത്തിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഓരോ ഭീഷണിക്കും 10 ഇരട്ടി മറുപടി എന്നോണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചർച്ചയ്ക്ക് പോലും തയ്യാറല്ല, ഞങ്ങളുടെ എല്ലാ വാദങ്ങളെയും അംഗീകരിക്കുന്നത് വരെ, ഞങ്ങളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ചക്കല്ലാതെ ഞങ്ങൾ തയ്യാറേ അല്ല, ഞങ്ങൾക്ക് മിസൈൽ സംവിധാനം വികസിപ്പിക്കുകയും മറ്റു വിഷയങ്ങളും ചർച്ചയെ ചെയ്യേണ്ടതില്ല, അത് ഉപേക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന മട്ടിലാണ് ഇറാൻ വളരെ സ്ട്രോങ്ങിലായാണ് കാര്യങ്ങൾ. എന്നാൽ സൈനിക ആവശ്യത്തിന് ആണവായുധം നിർമ്മിക്കുക എന്ന വിഷയത്തിൻ്റെ അടിസ്ഥാനമാക്കി മാത്രം വേണമെങ്കിൽ ചർച്ച ചെയ്യാം എന്നുള്ള കാര്യം ഇറാൻ പറയുന്നുമുണ്ട്. ഇതിനൊക്കെ ഇടക്ക് ഈ ഒരു പ്രശ്നം അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ വെസ്റ്റേൺ മീഡിയകളിൽ ചിലതും അതുപോലെ നമ്മുടെ നാട്ടിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു പരത്തിയ ഒരു സംഭവമാണ് ആയത്തുള്ള അലി ഖമനേയി ഭൂഗർഭ അറയിലേക്ക് ഓടി ഒളിച്ചിരിക്കുന്നു, ഇനി മാസങ്ങൾ കഴിഞ്ഞിട്ടേ പുറത്തിറങ്ങുകയുള്ളൂ, അദ്ദേഹത്തിന്റെ നിഴൽ പോലും കാണാനില്ല എന്ന മട്ടിലൊക്കെ. ഇത്തരത്തിൽ ഇക്കഴിഞ്ഞ ആഴ്ച ഇറാനിൽ ഒരു പ്രൊട്ടസ്റ്റ് നടന്നപ്പോഴും പ്രൊട്ടസ്റ്റ് വളരെ മൂർധാവിലെത്തിയ സമയത്ത് നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളൊക്കെയും പറഞ്ഞിരുന്നു ആയത്തുള്ള അലി ഖമനേയി റഷ്യയിലേക്ക് നാടുവിട്ടു എന്ന്. എന്നാൽ അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ 2-3 ദിവസങ്ങളായി ഖമനേയി ഭൂഗർഭ അറയിലാണെന്നും ഖമനേയി ഇനി പുറത്തിറങ്ങുകയില്ലെന്നും പുറത്തിറങ്ങിയാൽ ഇസ്രയേലും അമേരിക്കയും പിടിച്ചു കൊണ്ടുപോകും എന്നൊക്കെയുള്ള ചില വാർത്തകൾ. എന്നാൽ ഇവരെയൊക്കെയും അവിടെയുള്ള ചില പ്രതിപക്ഷ നേതാക്കളും അത്തരത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇവരുടെ വാദത്തെ പൊളിച്ചുകൊണ്ടാണ് ഇന്നലെ ആയത്തുള്ള അലി ഖമനേയി രംഗപ്രവേശനം നടത്തിയത്. അദ്ദേഹം എന്തിനാണ് ഇത്തരത്തിൽ ജനമധ്യത്തിൽ ജനങ്ങളൊക്കെ കാണുന്ന രീതിയിൽ പത്രമാധ്യമങ്ങളിലും മറ്റുമൊക്കെ വീഡിയോകളും ഫോട്ടോസും മറ്റുമൊക്കെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. എന്തിനാണ് ഈ ആയത്തുള്ള അലി ഖമനേയി ഇന്നലെ പ്രത്യക്ഷപ്പെട്ടത്, ഇന്നലെ ജനമധ്യത്തിലേക്ക് വന്നത്? ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഇറാനിൽ നമുക്കറിയാം ആദ്യം ഷാ ഭരണകൂടമായിരുന്നു. ആ ഷാ ഭരണകൂടത്തിൽ നിന്ന് പ്രൊട്ടസ്റ്റ് നടത്തി പിടിച്ചെടുത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചത് ഇന്നലേക്ക് 47 വർഷം തികയുന്ന ദിവസമായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ 47ാമത് വാർഷികം കൊണ്ടാടുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥാപകൻ റൂഹുല്ല ഖമനേയിയുടെ ഖബറുങ്കൽ പ്രാർത്ഥന നടത്തുവാനായിരുന്നു ആയത്തുള്ള അലി ഖമേനി ഇത്തരത്തിൽ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. ഈ ഒരു പ്രത്യക്ഷപ്പെടലോടുകൂടി ആയത്തുള്ള അലി ഖമനേയി മാസങ്ങൾക്ക് ഇനി പുറത്തിറങ്ങുകയില്ലെന്നും അദ്ദേഹം ഭൂഗർഭ അറയിൽ ഒളിച്ചിരിക്കുകയാണെന്നും റഷ്യയിലേക്ക് മുങ്ങിക്കളഞ്ഞു എന്നൊക്കെയുള്ള എല്ലാ വാദങ്ങൾക്കും അടിസ്ഥാനമില്ലാതെ ആയിരിക്കുകയാണ് ഇത്തരത്തിൽ ആയത്തുള്ള അലി ഖമനേയിയുടെ രംഗപ്രവേശനത്തോടു കൂടി എന്ന് തന്നെ വേണം പറയാൻ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇറാൻ സൈനിക മേധാവി അമീർ ഹത്താമി വളരെ വലിയ ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. ശത്രു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് സ്വന്തം സുരക്ഷയെയും മേഖലയുടെ സുരക്ഷയെയും അതുപോലെ തന്നെ സയണിസ്റ്റ് ഭരണകൂടത്തിന്റെ സുരക്ഷയെയും ബാധിക്കും, അപകടത്തിലാക്കും എന്നുള്ള വളരെ ശക്തമായ ഒരു ഭീഷണിയാണ് ഇറാൻ സൈനിക മേധാവി നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഇത്തരത്തിൽ പല ഇറാനിയൻ നേതാക്കളും വളരെ വലിയ ഭീഷണികളാണ് മുഴക്കിയിരുന്നത്. അതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഇറാൻ ഔദ്യോഗിക സേനയുടെ മേധാവി അമീർ ഹത്താമി കൂടി ഇത്തരത്തിൽ വളരെ ശക്തവും കൃത്യവുമായ ഒരു ഭീഷണിയുമായി കഴിഞ്ഞ ദിവസം രംഗപ്രവേശനം നടത്തിയത് എന്നുള്ളതാണ്. എന്നാൽ ഇതിനൊക്കെ ഇടക്ക് നാളെയും മറ്റന്നാളും ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ നാവികസേനകൾ സൈനികാഭ്യാസം നടത്തുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ കടലിൽ നമുക്കറിയാം ദിവസങ്ങളായി അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ മിഡിൽ ഈസ്റ്റിൽ ഗൾഫിലെ കടലിൽ ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സൈനികാഭ്യാസം നടത്തുകയും അതിൻ്റെ തൊട്ടുപുറത്ത് അമേരിക്കയുടെ പടക്കപ്പൽ നിലയുറപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചർച്ചകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അമേരിക്ക അറിയിച്ചിരിക്കുന്നത് വളരെ പ്രൊഫഷണലായി വേണം നിങ്ങളുടെ ഇത്തരത്തിൽ സൈനികാഭ്യാസം, അല്ലാത്ത പക്ഷം അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം മിസൈലെങ്ങാനും വഴിതെറ്റി അമേരിക്കൻ യുദ്ധക്കപ്പലിനെ കൊള്ള അടുത്തു കഴിഞ്ഞാൽ കടലിൽ തന്നെ ഇരുവരും
യുദ്ധത്തിലേക്ക് ഏർപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സൈനികാഭ്യാസത്തെ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ലോകം ഉറ്റുനോക്കുന്നത് എന്നുള്ളതാണ്. ഈ ഹോർമുസ് കടലിടുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ലോകത്തെ എണ്ണ വ്യാപാരത്തിൻ്റെ വലിയൊരു ഭാഗവും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണയും പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെയും UAEയുടെയും ഖത്തറിൻ്റെയും ഒക്കെ എണ്ണ ഇതുവഴി വേണം ലോകത്തിന് വ്യാപാരം ചെയ്യാൻ. അത്തരത്തിൽ ഈ ഹോർമുസ് കടലിടുക്കിന് വളരെ പ്രാധാന്യമുണ്ട്. ഇറാനെ അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞാൽ ആദ്യം അപകടത്തിലാകുന്നത് ഈ ഒരു എണ്ണപ്പാതയായിരിക്കുമെന്ന മെസ്സേജ് കൂടിയാണ് ഇത്തരത്തിൽ നാവികസേന ഹോർമുസ് കടലിടുക്കിൽ സൈനികാഭ്യാസം നടത്തിക്കൊണ്ട് ലോകത്തിന് നൽകുന്നത്, അല്ലെങ്കിൽ അമേരിക്കക്ക് നൽകുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിനിടക്ക് കഴിഞ്ഞ ദിവസം ഇറാന്റെ സെക്യൂരിറ്റി ചീഫ് മോസ്കോയിൽ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും മറ്റുമൊക്കെയുള്ള വാർത്തകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം റഷ്യയുടെയും ചൈനയുടെയും തികഞ്ഞ സഹായം, അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാന്റെ ഭാഗത്ത് റഷ്യയുടെയും ചൈനയുടെയും സഹായം ഉണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. 2 ദിവസങ്ങൾക്ക് മുമ്പ് ആയിരക്കണക്കിന് ഡ്രോണുകൾ ഇറാൻ റിസീവ് ചെയ്തിരുന്നു. എന്നാൽ അത് റഷ്യയിൽ നിന്നാണോ ചൈനയിൽ നിന്നാണോ എന്നുള്ള ഒരു വ്യക്തത അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇല്ലായിരുന്നു എന്നുള്ളതും വളരെ എടുത്തു പറയേണ്ട വിഷയമാണ്. ഉക്രൈൻ യുദ്ധകാലത്ത് ഉക്രൈനിൽ ഉപയോഗിക്കുവാൻ വേണ്ടി ഇറാൻ റഷ്യക്ക് ഡ്രോണുകൾ സഹായിച്ചതും അത് യുക്രൈനിൽ വളരെ വിജയകരമായി റഷ്യ ഉപയോഗിച്ചതുമൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന വാർത്തയാണ്. അത്തരത്തിൽ ഇറാൻ ഒരു അപകടത്തിൽപ്പെടുന്ന സമയത്ത് റഷ്യ കൃത്യസമയത്ത് സഹായത്തിനെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള സഹായ വാഗ്ദാനങ്ങളുടെ തുടർച്ചയെന്നോണമായിരിക്കാം ഇത്തരത്തിൽ പുടിനുമായി ചർച്ച നടത്തുവാൻ മോസ്കോയിലേക്ക് ഇറാൻ പ്രതിനിധി പോയത് എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വരും ദിവസങ്ങളിൽ ട്രംപിൻ്റെയും ഇറാൻ്റെയും ഇടയിൽ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് നടക്കുക എന്ന് നോക്കി തന്നെ കാണേണ്ടി വരും. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.